ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഈ ദിവസത്തിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് നൽകപ്പെട്ടിരിക്കുന്ന ഭാഗം ക്രിസ്തുവിന്റെ ശക്തിയിൽ ഭക്ഷണാസക്തി നിയന്ത്രിക്കുക. നൽകിയിരിക്കുന്ന വേദവാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ, എന്നാൽ കർത്താവിന്റെ സുമുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും ചെയ്യാം. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ നാം ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് തിരുവചനം പറയുന്നു. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു അനുതാപത്തിന്റെ മാനസാന്തരത്തിൻ്റെതായിട്ടുള്ള അവസ്ഥാവിശേഷമുണ്ടായാലും നമ്മൾ ദിനംപ്രതി കഴിക്കുന്ന ആഹാരത്തിൽ ക്രമീകരണം നടത്തേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. ഇവിടെ മാംസാഹാരം കഴിയുന്നതും വർജിക്കുവാൻ ഗ്രന്ഥകർത്താവ് പറഞ്ഞിരിക്കുകയാണ്. കാരണം മാംസാഹാരത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് ശാസ്ത്രലോകം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് സഭ ഈ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രവാചകിയിലൂടെ ലഭിച്ച ദർശനത്തിലൂടെ ഇതിനെക്കുറിച്ച് മുന്നമേ സംസാരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ പറയുന്നതായിട്ടുള്ള കാര്യം, എല്ലാ തലത്തിലുമുള്ള ആളുകൾ, എല്ലാ പ്രായത്തിലുമുള്ള ചെറുപ്പക്കാർ, മധ്യവയസ്കർ, വൃദ്ധരായിരിക്കുന്ന ആളുകൾ എല്ലാവരും തങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങളെ ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. കാരണം നമ്മൾ ഭക്ഷണത്തെ ക്രമപ്പെടുത്താതെ അമിതമായി ഭക്ഷണം കഴിക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷമായി ഭവിക്കുമെന്നും ക്രമേണ നമ്മുടെ ആഹാര രീതികൾ കൊണ്ട് തന്നെ പലവിധമായിരിക്കുന്ന രോഗങ്ങൾ നമ്മളിലേക്ക് കടന്നു വരികയും നമ്മൾ നല്ല പ്രായത്തിലെ ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടി വരികയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭക്ഷണങ്ങളെ ക്രമീകരിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു കാര്യമായിരിക്കും എന്നാണ് ഇവിടെ ഗ്രന്ഥകർത്താവ് പറയുന്നത്. കാരണം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ് എന്നും ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരങ്ങളെ നാം ക്രമീകരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്നും തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ദൈനംദിനം കഴിക്കുന്നതായിട്ടുള്ള ആഹാരത്തെ നാം ക്രമപ്പെടുത്തേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാവിനെ നാം കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം എന്നാണ് തിരുവചനം പറയുന്നത്. അത് ഭക്ഷണത്തിൻ്റെ രുചിയിലായാലും അതുപോലെ തന്നെ നമ്മുടെ സംസാര രീതിയിലായാലും നമ്മൾ മിതത്വം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തിരുവചനം എടുത്തു കാണിക്കുന്നു. അതുകൊണ്ട് അമിതമായ ഭക്ഷണത്തിലേക്ക് നാം പോകാതെ മിതഭക്ഷണം കഴിച്ച് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷ്യൻസ് നമ്മുടെ ശരീരത്തിൽ എത്തപ്പെടുന്ന രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നാണ് ഇന്നത്തെ ഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഇന്ന് ലോകത്തേക്ക് നോക്കുകയാണ് എങ്കിൽ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഫുഡ് ഇൻഡസ്ട്രി. നമുക്ക് തെരുവോരങ്ങളിലും അതുപോലെ തന്നെ 5 സ്റ്റാർ ഹോട്ടലുകളിലും ഫുഡുകൾ ലഭിക്കും, അല്ലെങ്കിൽ ആഹാരങ്ങൾ ലഭിക്കും. എന്നാൽ നാം അവയെ ക്രമപ്പെടുത്തി ഭക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ എന്തും കഴിക്കുകയാണ് എങ്കിൽ, അമിത ഭക്ഷണത്താൽ ആവുകയാണ് എങ്കിൽ അത് നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മിതത്വം പാലിച്ചുകൊണ്ട് നമ്മളാകുന്ന ദൈവത്തിൻ്റെ മന്ദിരത്തിന് ദോഷം തട്ടാത്ത രീതിയിൽ നമ്മുടെ ആഹാരങ്ങളെ ക്രമീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ദൈവത്തിൽ നിന്നും അനുഗ്രഹം നമുക്കുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് അകാലത്തിൽ വാർദ്ധക്യം സംഭവിക്കുവാനും അകാലത്തിൽ മരണം സംഭവിക്കുവാനും വരെ ഇടയാകുന്ന രീതിയിലുള്ള ഭക്ഷണപാനീയങ്ങൾ നമ്മൾ വർജിച്ചുകൊണ്ട് ദൈനംദിനം നമുക്ക് ആരോഗ്യം ലഭിക്കുന്ന രീതിയിൽ
നമ്മൾ ഭക്ഷണിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരത്തെ കാത്ത് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കാം. അതിനായി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഭഗവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ ദിവസത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശ്വസിച്ച് സ്നാനമേറ്റിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഭക്ഷണപാനീയങ്ങളെ എപ്രകാരം ക്രമപ്പെടുത്തണമെന്ന് അവിടുന്ന് പഠിപ്പിച്ച വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്രകാരം ലോകത്തിൻ്റെ മോഹങ്ങളിൽ വിരഞ്ഞോടി ഫാസ്റ്റ് ഫുഡുകൾ അമിതമായി ഭക്ഷിച്ച് നമ്മുടെ ശരീരങ്ങളെ നശിപ്പിക്കാതെ അങ്ങയുടെ ഹിതപ്രകാരം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് എടുത്തുകൊണ്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കുവാൻ എൻ്റെ ദൈവാടിയങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് നയിക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.